ഹായ് ഓൾ വെൽക്കം ബാക്ക്. വളരെ ഈസി ആയിട്ട് ഒരു അറബിക് മന്തി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അത്യാവശ്യം വലിയൊരു പാത്രത്തിലുണ്ട് 3 കിലോയുടെ അറബിക് മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിലോട്ടേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഡാൽഡ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു വലിയ സവാള നമ്മൾ നൈസായി കട്ട് ചെയ്തിട്ട് അതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് ഇനി നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക പൊടിച്ചത്, അപ്പോൾ അതൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. കുറച്ച് തോനെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കണക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3 കിലോക്ക് വെക്കുമ്പോൾ നമുക്ക് ഏകദേശം കണക്കാക്കിയിട്ട് കുറഞ്ഞു പോകരുത്. അത്യാവശ്യം കണക്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ടേക്ക് 3 കിലോ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതിലോട്ടേക്ക് ഹാഫ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നാലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ആ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ നെയ്യിലും ഡാൽഡയിലും ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ നെയ്യിലും ഡാൽഡയിലും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾ പട്ട ലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ടേക്ക് അറബിക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അറബിക് മസാല, മന്തീൻ്റെത് തന്നെ. ഇനി നമ്മളിതിലോട്ടേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1/4 കപ്പോളം നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇത് ക്വാണ്ടിറ്റി ഉണ്ടായത് കൊണ്ടാണ് ചിക്കനൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് അരി ഏത് പാത്രത്തിലാണോ എടുത്തത് ആ പാത്രത്തിന് 1/4 പാത്രം അതാണ് നമ്മളൊരു അളവായിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയുമാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി 1/2 കപ്പ് തക്കാളി ജ്യൂസാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഒരു കൈപ്പിടി മല്ലിയും പുതിനയും കൂടിയാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചെറുനാരങ്ങ ആവശ്യമായിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയൊരു ചെറുനാരങ്ങ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ടിട്ടിട്ടുണ്ട്. ബ്ലാക്ക് ലെമണിന് പകരമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്ലാക്ക് ലെമൺ ഇതിലിട്ടിട്ടില്ല. ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി നേരത്തെ നമ്മൾ ചിക്കൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അറബിക് മസാല, അതും ആണ് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന 3 കിലോ മന്തി റൈസാണ് കേട്ടോ. അപ്പം 3 കിലോ ചിക്കനും 3 കിലോ മന്തി റൈസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് മൂടി വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വേവ് ഓരോ അരിക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ. ഇത് കുറച്ച് പെട്ടെന്ന് വേവുന്ന അരി തന്നെയായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് വന്നിട്ടുണ്ട്, നോക്കിയാൽ മതി വേവുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ അറബിക് സ്റ്റൈൽ മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.